ഇവിടെ നല്ലതിന് വേണ്ടി ഞാൻ പറയണേ, എനിക്കും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് പറയണതെന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത്ഭുതമാണ്. ഞാൻ നടക്കുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം തെറിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ ഒരുവിധം ചെറുപ്പത്തിലെല്ലാവരും സ്ഥിരം എൻ്റെ രീതിയിൽ സ്ട്രക്ചറിൽ നടക്കുന്ന ആൾക്കാർ അങ്ങനെ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെ സംഭവിച്ചാൽ വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ കൃപാസനത്തിൻ്റെ പേപ്പർ കൊടുക്കാൻ നേരമാണ് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എനിക്കത് കൊടുത്ത് ശീലമില്ല. അതെങ്ങനെയാണ് കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് കിട്ടണില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് പള്ളി കൊടുക്കുമ്പോൾ തന്നെയാണ്. ഇവർ തന്നെയാണ് പകുതി വരെ അഗൻസ്റ്റ് ചെയ്ത് ചോദിക്കണേ. അപ്പോൾ ഒരു പുള്ളിയോട് വലിയ തർക്കമായി. തർക്കം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേട്ടാ ഇതെൻ്റെ വിശ്വാസം, അപ്പോൾ പോട്ടെ, ചേട്ടൻ വിശ്വസിക്കണമെങ്കിൽ വേണ്ട, വിഷയമില്ല. പക്ഷെ പുള്ളി നീ തെറ്റായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം, എനിക്കത് ശരിയാക്കണം. അപ്പോൾ ഞാൻ ആൾക്ക് നിന്നു കൊടുത്തു, ചേട്ടാ എന്നാൽ പറ, ഞാൻ കേൾക്കാം. ലാസ്റ്റ് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ പഠിക്കണ കാലത്ത് കമ്പൈൻ സ്റ്റഡി നടത്തിയാണ് ഞാൻ പഠിക്കാറ്. എന്നാൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റാറുള്ളൂ. ഒറ്റയ്ക്ക് പഠിച്ച് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടാറില്ല. ചേട്ടൻ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, എനിക്ക് കമ്പൈൻ സ്റ്റഡി ഒന്നും ഇഷ്ടമല്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുള്ളൂ. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ പാസ്സാവാറുണ്ട്.